മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടേക്ക് ഓഫ് നടപടികൾക്കെതിരെ 2 യാത്രാ വിമാനങ്ങൾ കൂട്ടിയിടിച്ചു. എയർ ഇന്ത്യയും ഇൻഡിഗോയും ചിറകുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. പ്രേംലാൽ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രേംലാൽ, ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്താണ് നിലവിലത്തെ അവസ്ഥ? വിനീഷ, ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം വലിയ പരിഭ്രാന്തിയാണ് വളർത്തിയത്. എന്നിരുന്നാലും വിമാന പ്രവർത്തനങ്ങളെയാണ് ഇത് ബാധിച്ചത്. കോയമ്പത്തൂരിലേക്ക് പുറപ്പെടാനായി പിന്നോട്ട് നീങ്ങുകയായിരുന്ന എയർ ഇന്ത്യ വിമാനവും ഹൈദരാബാദിൽ നിന്ന് എത്തിയ ശേഷം ടാക്സി ചെയ്യുന്ന ഇൻഡിഗോ വിമാനവും തമ്മിലാണ് ടാക്സി വേയിൽ ചിറകുകളുടെ അറ്റങ്ങൾ തമ്മിൽ സമ്പർക്കമുണ്ടായത്. ടേക്ക് ഓഫിന് മുമ്പ് കാത്ത് നിൽക്കുന്നതിനിടെയാണ് മറ്റൊരു എയർലൈൻ്റെ വിമാനവുമായി സമ്പർക്കമുണ്ടായത്. എയർ ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വിവരം പുറത്തറിയുന്നത്. ചിറകിന്റെ അറ്റത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് മുൻകരുതൽ നടപടിക്കായി എയർ ഇന്ത്യ വിമാനം നിലത്തിറക്കിയതായി അധികൃതർ അറിയിച്ചു. എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി ഇറക്കിയതായാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനായി ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതായും എയർ ഇന്ത്യ വ്യക്തമാക്കി. സംഭവം ബന്ധപ്പെട്ട റെഗുലേറ്ററി അതോറിറ്റികളെ അറിയിച്ചിട്ടുണ്ടെന്നും യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ചതായും എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് ഏറ്റവും മുൻഗണനയെന്നും എയർലൈൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് ഡൽഹിക്ക് പുറപ്പെട്ട മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരുടെ ലഗേജ് പോലും ഉണ്ടായിരുന്നില്ല. അതും നിരവധി യാത്രക്കാർക്ക് കടുത്ത അസൗകര്യം നേരിട്ടതായുള്ള പരാതികൾ നിൽക്കുമ്പോഴാണ് ഇന്ന് ഇത്തരമൊരു അപകടം കൂടി യാത്രക്കാരെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കിയത്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല. മറ്റു ക്രമീകരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവണം ഇപ്പോൾ. പ്രേംലാൽ, ബാരാമതിയിലെ അപകടം, അജിത് പവാറിന്റെ മരണം ഒക്കെ അത് ജനിപ്പിച്ച ഒരു ഞെട്ടലും ഒന്നും മാറിയിട്ടില്ല. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ മറ്റൊരു അപകടം ടേക്ക് ഓഫിന് തൊട്ട് മുൻപായതിനാലാണ് വലിയ ദുരന്തമൊഴിവായത്. ടാക്സി വേയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോഴായിരിക്കണം ഇത്തരത്തിൽ ചിത്രങ്ങൾ കണ്ട് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാകണം വലിയൊരു ദുരന്തമൊഴിവായത്. ഏതായാലും ആശ്വാസം. അതെ വിനീഷ, സമയത്ത് 2 വിമാനങ്ങളിൽ യാത്രക്കാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യാത്രക്കാരെല്ലാം വിഭ്രാന്തി ഉണ്ടാകാൻ കാരണവും സമീപ സ്ഥലത്ത് നടന്ന ഇത്തരം അപകടങ്ങൾ തന്നെയാണ്. എന്തായാലും ആശ്വാസത്തിന് വേണ്ടിയുണ്ട്. മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരി, പ്രേംലാലാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.